ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു JhillMill. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പെയിൻറ്റിങ്ങുമായിട്ടാണ്. ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലവർ വേസിലാണ്. ആക്ച്വലി ഈ പെയിൻറ്റിങ് തന്നെ ഞാൻ മുൻപ് ഒരു ബോട്ടിലിൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമായ ഒരു തീമായിരുന്നു ഇത്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നു, ഈ സെയിം തീം തന്നെ ഒരു ഫ്ലവർ വേസിൽ ചെയ്തു തരുമോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ സെയിം പെയിൻറ്റിങ് തന്നെ ഒരു ഫ്ലവർ വേസിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ ഒരു വേസാണ്. നമുക്ക് പ്ലാസ്റ്റിക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു വേസിൻ്റെ ഒരു ഷേപ്പിലൊരു കണ്ടെയ്നറാണ് ആവശ്യം. ഇതിലേക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ സ്പ്രേ പെയിൻ്റാണ് അടിക്കുന്നത്. എന്നിട്ട് താഴെ ഒരു യെല്ലോ കളറും കൂടി അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പെയിൻ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിലേക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു പിക്ചർ റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കുവാണ്. ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഒരു ബോർഡർ വരയ്ക്കുവാണ്, താഴെയും മുകളിലായിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കുവാണ്. ഒരു ട്രീ ആണ് ഇപ്പം ഞാൻ വരയ്ക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലാസ്സിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പെൻസിലാണ്. അത് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സാധാരണ HP പെൻസിൽ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഗ്രീൻ കളർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കളർ പെൻസിലാണെന്ന്. അല്ല, ഇതിപ്പം മായ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഗ്ലാസ്സിലൊക്കെ വരയ്ക്കുമ്പോൾ ഈ പെൻസിൽ വെച്ച് വരയ്ക്കുവാണെങ്കിൽ. അങ്ങനെ നമ്മൾ റഫായിട്ട് വരച്ചു കഴിഞ്ഞു. ഇനി ട്രീ ഒഴിച്ച് ബാക്കി ഭാഗത്തെല്ലാം നമ്മളൊരു ബ്ലാക്ക് മാർക്കർ പെൻ വെച്ചിട്ട് റീഡ്രോ ചെയ്യുവാണ്. നമ്മളിവിടെ ഈ സൈക്കിളും പിന്നെ ഈ കേജും പിന്നെ കിളികളും, ഈ 3 കാര്യങ്ങളാണ് കൂടുതലും ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. അതിന് ഈ മാർക്കർ പെൻ തന്നെ യൂസ് ചെയ്താൽ മതി, വേറെ എക്സ്ട്രാ കളറൊന്നും യൂസ് ചെയ്യണമെന്നില്ല. ട്രീ കളർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അതും അധികം കളേഴ്സൊന്നും വേണ്ട, ജസ്റ്റ് ബ്രൗൺ ആ ട്രങ്കിന് കൊടുക്കാനും പിന്നെ ലീവ്സിനൊക്കെ കൊടുക്കാൻ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ, പിന്നെ ഇടയ്ക്ക് ഒരു ലെമൺ യെല്ലോയും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഷെയ്ഡൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി. നമ്മുടെ ട്രീ ഓൾമോസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ കേജും കിളികളൊക്കെ വീണ്ടും നമ്മൾ ബ്ലാക്ക് കളർ തന്നെ കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കർ പെൻ വെച്ച് തന്നെ കളർ ചെയ്ത് കൊടുത്താൽ മതി. ആ സൈക്കിളിൽ നമ്മൾക്ക് കുറച്ച് ഫ്ലവേഴ്സ് ബാസ്ക്കറ്റിൽ വെക്കുന്ന പോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്ത് കുറച്ച് റെഡ് കളർ അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ട്രീയുടെ റൂട്ട് ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ പുല്ലൊക്കെ വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വേസിലെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസിലേക്ക് ജൂട്ടിൻ്റെ നൂലൊട്ടിച്ചു കൊടുക്കാം. താഴെയും മുകളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. മുകളിൽ നമ്മൾ ഫുൾ ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി താഴെയും ജൂട്ടിൻ്റെ നൂലൊട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയും ഞാൻ ഹോട്ട് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നടുക്കൊക്കെ ഞാനിവിടെ വൈറ്റ് ഗ്ലൂവും യൂസ് ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഫൈനലായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളിവിടെ ജൂട്ടിൻ്റെ നൂല് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നാരുകൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഒരു ലൈറ്റർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഫ്ലെയിംസ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ നാരുകളൊക്കെ കരിഞ്ഞു പൊക്കോളും. നമുക്ക് ഈ നൂല് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പും ഇതേപോലെ തന്നെ ചെയ്യാം. നാരുകളെല്ലാം ഈ രീതിയിൽ കളഞ്ഞിട്ടും നമുക്ക് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ കളഞ്ഞെടുത്താലും മതി. ഗ്ലോസി ലുക്ക് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ആയാലും നമുക്ക് തുടച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഫൈനലി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. Bye bye. Thank you.